പിന്നെ പ്രാർത്ഥന മാത്രമല്ല, അവർ വേറൊരു കാര്യം ചെയ്യും. ഈ വയറും വരച്ചുകൊണ്ട് അവർ തമിഴ് കുർബാനയ്ക്ക് പോകും. ചെന്നൈയിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഒരു തമിഴ് കുർബാനയ്ക്ക് പോകും, പിന്നെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകും. ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും. കൃപാസനത്തിൻ്റെ ഇംഗ്ലീഷ് പത്രം ഉണ്ടല്ലോ. ഒരു ഗർഭിണി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് അധ്വാനം എന്നാണ്, രക്ഷയുടെ അധ്വാനങ്ങളാണ്. എന്നാൽ അവർ പറയുമ്പോൾ എനിക്ക് ഈ പത്രം കൊടുക്കണമെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു ആദ്യം. എന്നാൽ അവർ പറയുന്നുണ്ട്, കൂട്ടത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ചമ്മലാണ്, ഇത് എന്തിനാണ് കൊടുക്കണമെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു എന്തിനാണ് കൊടുക്കണമെന്ന്. കാര്യം രക്ഷയ്ക്ക് അധ്വാനമാണ്, രക്ഷയുടെ അധ്വാനമാണ്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രവൃത്തി കൂടാതെ, യാക്കോബ് 2:17 എന്താണ്? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ്. എന്തെങ്കിലും തോന്നിയ മാസം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവൻ പറയണ പോലെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. പ്രധാനമല്ലേ? പ്രവൃത്തി കൂടാതെ വിശ്വാസം നിർജ്ജീവമാണെന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമുക്കിഷ്ടമുള്ള പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കും. ആരെയാണ്? ബന്ധുക്കളെ, സ്വന്തപ്പെട്ട കൂട്ടുകാരാ, അല്ലെങ്കിൽ വേറെ ലൈൻ കേസ് ഉണ്ടെങ്കിൽ അതിനെ, അതാണ് നമ്മൾ സഹായിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള സഹായമാണ്. ആ സഹായമല്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിൽ എന്താണ് അവകാശമെന്നല്ല അവൻ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ബന്ധം സ്വന്തമില്ലാത്ത ആൾക്കാരെ അവൻ്റെ നാമത്തിൽ സഹായിക്കണമെന്ന് കൈയടിച്ച് കർത്താവിനെ ദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല. പിന്നെന്താ പ്രവർത്തിക്കേണ്ടത്? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. അവൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതാണ് അവൻ പറഞ്ഞത്. അതിനാണ് നമ്മൾ പ്രസംഗിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്, പ്രാർത്ഥിച്ച് കൊടുക്കും. ഇപ്പം ഷീജ അതല്ലേ ചെയ്തത്. ഷീജ അല്ലല്ല, അഞ്ജന അതല്ലേ ചെയ്തത്. ഗർഭിണിയാണെങ്കിലും 8ാം മാസത്തിലും വയറും വലിച്ചുകൊണ്ട് പോയി കുർബാന കൂടി വെച്ചു, ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും. ഇംഗ്ലീഷ് മാസം കൂടി വെച്ചു, മലയാളം മാസം കൂടി വെച്ചും, തമിഴ് മാസം കൂടി വെച്ചും തമിഴ് പത്രം കൊടുക്കും. പണ്ടിത് കൊടുക്കത്തില്ല. ഇങ്ങനെ ഒരു നാണമൊക്കെ ആയിരുന്നു. പക്ഷേ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നാണം മാറി. ഈ ലോക ആരൂപി കൂടുന്നതനുസരിച്ച് നമുക്ക് നാണം വരുവേ. അതെങ്ങനെ കൊടുക്കും? മറ്റൊരു കാണത്തില്ലേ, നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ. ലോകത്തിൻ്റെ അരൂപിയുള്ള കാരണം നാണം വരും, നമുക്ക് ലജ്ജ വരും. അത് അഭിഷേകം കിട്ടാത്തത് കൊണ്ടാണ്. അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യും. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലേ ഇവർ പറയുന്നൊരു വാക്കുണ്ട്. അത് ആണ് ഈ സാക്ഷ്യം ഞാൻ ധ്യാനത്തിന് വേണ്ടി എടുക്കാൻ കാരണം. കാര്യം ഇവർ വന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. കൊച്ച് വൈകല്യമുള്ള കുഞ്ഞാണെന്ന് പറയുമ്പോൾ തന്നെ അമ്മ പറയും, ഒരു കുഴപ്പമില്ല, നീ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് കൃപാസ അമ്മയുടെ മുമ്പിൽ പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ അമ്മയാണ് നിന്നോട് പറയണമെന്ന് പറയും. ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവാണ്. ഹസ്ബൻഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് നല്ല വിശ്വാസമുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇവർ നോക്കുമ്പോൾ ഇവളുടെ അപ്പൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിരിക്കുന്ന പുള്ളിക്കാരൻ പള്ളിയിലൊന്നും പോകാത്ത ആളാണ്. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ കുർബാനയ്ക്കൊന്നും പോകത്തില്ല. അങ്ങനെ ചില ആൾക്കാരില്ലേ, അവർക്ക് ആ ആഴമായ ബോധ്യം കിട്ടാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ ജന്മം മുഴുവൻ അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. നമ്മൾ മരിച്ചാലും ചിലപ്പോൾ അവർ മാനസാന്തരപ്പെടത്തില്ല. പക്ഷെ അത് പ്രശ്നമില്ല. നിൻ്റെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉണ്ടാകും അവർക്ക് വേണ്ടി. അതാണ് നിൻ്റെ വിജയം. രക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ ഭാഗമാണ്. അവൻ പറയണ പോലെ ചൊല്ലുകയല്ല, അവർ ചെയ്യണത്. എന്താ അപ്പം സംഭവിക്കണത്? അപ്പൻ്റെ മാനസാന്തരം സംഭവിക്കണം. അപ്പനിരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങിയെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത, അവരുടെ ചിന്തയിലില്ലാത്ത ഒരു കാര്യപരിപാടിയിലില്ലാത്ത ഒരു വിഷയമാണിത്. അവരത് ഒഴിവാക്കിയതാണ്. അപ്പനീ മരിച്ചാലും ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ ഒഴിവാക്കിയാണ് പ്രാർത്ഥനയെന്ന്. പക്ഷെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് അവൻ പറയണ പോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പവർ ഭയങ്കരമല്ലേ. ഇതിങ്ങനെ എക്സസൈസായിട്ട് എല്ലായിടത്തും കയറി അങ്ങോട്ട് വീശുകയാണ്. ഉടമ്പടിയുടെ പവർ എന്ന് പറഞ്ഞത് എന്താണ്? അതിനേക്കാൾ വലിയ ഒരു കാര്യം ഈ അഞ്ജന പറയുന്നുണ്ട്. അതായത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട് എനിക്കെപ്പോഴും ഭയങ്കര കൊതിയായിരുന്നു, ഈ വയറും വെച്ച് അമ്മയെടുത്തുനിന്ന് വരണം, അമ്മയെ കുഞ്ഞിനെ കാണിക്കണം, അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്ന്. ഞാൻ അങ്ങനെ അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കണത്. ഈ ഓരോ നമുക്ക് മുമ്പേ കടന്നുപോയ ആൾക്കാർ പറയുന്ന വാക്കുകളും അവരുടെ അനുഭവങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവേശകരമാണ്. എന്താ പറയുക, അമ്മയെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഉടമ്പടി ചെയ്തിട്ട് അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണം എനിക്ക്. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചു പോയി. എന്താ സംഭവിച്ചെന്നറിയാവോ?
അങ്ങനെ നീ ദൈവത്തെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അഞ്ചനയ്ക്ക് സംഭവിക്കുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത്, ഇവർ പറയണത് എനിക്ക് ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് പഴയതുപോലെ ആൾക്കാർ പറയുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടില്ല. ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ശക്തി എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഏറ്റെന്നുള്ള ആന്തരികമായ ധൈര്യം എനിക്ക് കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ അഭിഷേകമെന്ന് നമ്മൾ പറയണത്. ഇത് നിങ്ങൾ വളരെ കരുതലോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ഉടമ്പടി എടുത്തിട്ട് വിവാഹം കഴിക്കാൻ ഇപ്പം 48, 49, 50 വയസ്സുകാരൊക്കെ വിവാഹം കഴിക്കണില്ലേ ഉടമ്പടിയിൽ? 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ ഉടമ്പടിയിൽ? അതല്ല വിഷയം. അത് സാധാരണ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു ഭയങ്കരമായ ഒരു സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇവർ ഈ അംഗവൈകല്യം ഉണ്ടെന്ന് പറയുന്ന കുഞ്ഞിനെയും വയറ്റിലിട്ട് ഓരോ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇപ്പം കിഡ്നിയും കേടായിട്ടുണ്ടെന്ന് പറയും. അടുത്ത സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞ പെടൽ തിരിയത്തില്ലെന്ന് പറയും. ഇങ്ങനെ പേടിപ്പിക്കണമെന്നല്ലാതെ അവർക്ക് ഒരു ആശ്വാസം കിട്ടണില്ല. പക്ഷേ ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ തളരാതെ വീഴാതെ നിൽക്കണ എന്താണ് ഇവർ പറയണത്? ഏതോ ഒരു വലിയ ശക്തി, അതായത് അമ്മേനാവ് ഉദ്ദേശിക്കണത് എന്നെ താങ്ങിയിട്ടുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊരു ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടിയെന്ന്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയണത്. ശക്തിയും വരും, നമുക്ക് ധീരതയും വരും. ഇത് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ മേടിക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഉടമ്പടി 4 പ്രാവശ്യം പുതുക്കി നീല പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ് നടന്നൊരു കാര്യമില്ല. ഉടമ്പടിയുടെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത ഒരു പെക്കൂലിയർ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ല 8552 വാഗ്ദാനങ്ങളിൽ എല്ലാ വാഗ്ദാനങ്ങളും ദൈവം ആവർത്തിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു. അതാണ് ഉടമ്പടി. അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈശോ കുർബാന സ്ഥാപിക്കുമ്പോൾ ആ പ്രസൻസ് നിത്യമാക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിനും പിന്നെ പ്രസൻസ് ഉണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഫീൽ ദ പ്രസൻസ്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉറപ്പ് വരുത്തുകയാണ്. കാര്യം ദൈവം എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴും പറഞ്ഞു, ഐ വിൽ ഗിവ് യു ലാൻഡ്, ദ പ്രോമിസ്ഡ് ലാൻഡ്. ഐ വിൽ ഗിവ് ദ സൺ ഓർ സ്പ്രിങ്. നിനക്ക് സന്തതിയെ തരും. ആൻഡ് ഐ വിൽ ഗിവ് ദ ബ്ലെസ്സിങ്. നീ തന്നെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. 3 ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത് എബ്രാഹുമായിട്ട്. ഈ ഉടമ്പടിയുടെ എല്ലാവരുടെയും ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. ദൈവവചനം അനുസരിച്ച് ജീവിക്കാനും ദൈവഭയത്തിൽ ഉടമ്പടിയെടുത്ത് മാതാവിന് മധ്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവ് മക്കളെ, കർത്താവ് ഉടമ്പടി പ്രകാരം തൻ്റെ വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു. സാർ ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ വരണത് അമ്മയാണ് വരുന്നത്. മരിയൻ ഉടമ്പടി ആയത് കാരണം അമ്മ സാന്നിധ്യമാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ സഞ്ചാരി മാതാവെന്ന് പറയണത്. സഞ്ചാരി മാതാവ് കോടതി വന്ന്, സ്ഥലവടക്ക സ്ഥലത്ത് വന്ന്, പോലീസ് സ്റ്റേഷനിൽ വന്നൊക്കെ ആൾക്കാർ പറയണില്ലേ, വീട്ടിൽ വന്നെന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ്. ഉടമ്പടിയിലുള്ളതാണത്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു. എന്നിട്ട് എന്താ പറയണത്? അതെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണത്? ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ സഞ്ചാരി മാതാവിനെ നമുക്ക് കാണാൻ പറ്റും. ദർശനത്തിലായാലും സ്വപ്നത്തിലായാലും നേരെയാണെങ്കിൽ കാണാൻ പറ്റും. അത് എത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നു. പക്ഷേ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ദൈവത്തെ അമ്മ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോ ചെയ്തതിന് ഇവിടെ പ്രസരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകണത്? 2 കാര്യത്തിലാണ് മനസ്സിലാകണത്. ഒന്ന്, ശക്തി തോന്നും നമുക്ക്. ബലഹീനമായ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 കോടിയുടെ കടമുണ്ട്, അല്ലെങ്കിൽ 15 ലക്ഷത്തിൻ്റെ കടമുണ്ട്. കടക്കാരെല്ലാം വിളിക്കണമെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ്. യു ആർ ലിവിങ് ആൻഡ് ഫേസിങ് ആസ് ഇഫ് യു ഹാവ് നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നു. കൈ ഇടിച്ച് കർത്താവ് സ്വല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോഷ്വായോട് മോസസ് പറയുന്ന വാക്കെന്താ? ഈ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി, അതായത് പ്രസൻസ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയുടെ വാഗ്ദാനമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മോസസ് പറയും, ശക്തനും ധീരനുമായിരിക്കുക. wherever you go I will there. ഞാൻ നിൻ്റെ കൂടെ വരും. ഐ വിൽ അക്കമ്പനി യു. ഞാൻ നിൻ്റെ കൂടെ വരും.
ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണത് ഉടമ്പടിയിലാണ്. കാര്യം എന്താ? നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയല്ലേ. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചെയ്യുന്നതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്ക് എന്താ ഈ കേട്ടക്ക് പരീക്ഷ 150 ചോദ്യങ്ങളാണ്. 8 ചോദ്യം മാത്രം അറിയാം, പിന്നെ ഒന്നും അറിയത്തില്ല. 8 ചോദ്യം അറിയാം, പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ എന്താ? പിന്നെ എല്ലാം അമ്മ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്തതെന്നാണ്. 94 ചോദ്യങ്ങൾ ശരിയായിപ്പോയി. അവർക്ക് വയസ്സുണ്ട്, ഒത്തിരിയുണ്ട്. 18 കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല. അത് ആ കണക്ഷൻ പോയി മൊത്തം. പക്ഷേ ദൈവം എല്ലാം റീഗ്രൈൻ ചെയ്ത് അവർക്ക് സർക്കാർ ജോലി കൊടുത്തില്ലേ? ഒറ്റ ഉടമ്പടിയാണ്. ഈ ദിവസങ്ങളിൽ ജിത്തു എന്നും പറഞ്ഞ ജിതി അത് നോൺ ക്രിസ്ത്യനാണ്. ജിതിയുടെ സാക്ഷ്യം എന്നെ വളരെ സ്വാധീനിച്ച സാക്ഷിയാണ്. ജിതിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആവശ്യം തോന്നും. ജിതി പറയണത് എന്താ, അവർ MCA ആണ്, പക്ഷേ 5 കൊല്ലം മുമ്പെടുത്ത MCA ആണ്. അവളിപ്പോൾ താമസിക്കുന്നത് എവിടെയാണ്? തായ്ലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ഈ ഡിസൈനിൽ ചെന്നിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? IIM വിദ്യാർത്ഥികൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതാണ്. IIM വിദ്യാർത്ഥികളാണ്. തായ്ലൻഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കാരാണ് ചെന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പഠിച്ചതാണ് ജിത്തി. 5 കൊല്ലത്ത് ഗ്യാപ്പും ഉണ്ട്. അവൾ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നതാണ്, എൻ്റെ കയ്യിൽ അമ്മയുടെ കാശുരൂപ മാത്രമേ ഉള്ളൂ. 5 കൊല്ലത്ത് ഗ്യാപ്പ് നികർത്താൻ വേണ്ടി കയ്യിലുള്ളത് എന്താണ്? അമ്മയുടെ കാശുരൂപ. ദാറ്റ് മീൻസ് വിശ്വാസം. നിൻ്റെ എല്ലാ ഗ്യാപ്പുകളെയും നിവർത്തും. കൈയിട്ടിച്ച് കർത്താവ്